രാവിലെ 7 മണിക്ക് ബാംഗ്ലൂർ കെആർ മാർക്കറ്റിൽ ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും? ഇതാ ഈ കാണുന്ന പൂക്കച്ചവടം റോട്ടുമ്മലാണ് കേട്ടോ. വേണമെങ്കിൽ റോട്ടിൻ്റെ നടുക്കാണെന്നും പറയാം. ഏകദേശം 8-9 മണി വരെ ഇവിടെ വെച്ച് കച്ചവടം. പിന്നെ റോഡ് തിരക്കായാൽ ട്രാഫിക്കിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ഈ ഭാഗങ്ങളെല്ലാം. അടിപൊളി ഒരു പ്ലാസ്റ്റിക് ബാഗിൻ്റെ കച്ചവടക്കാരനുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇവിടെ പ്രത്യേക ഒരു സുഗന്ധമാണ്. അതായത് 100 കണക്കിന് പൂക്കളുടെ ഒരുമിച്ചുള്ള മണം, പിന്നെ ഇവിടുത്തെ ചെറിയ തണുപ്പും. അടിപൊളി വൈബാണ്. അങ്ങനെ പലതരത്തിലുള്ള പൂക്കളും മനുഷ്യരും ഒത്തുചേർന്ന സ്ഥലം. ഒരേ വലിപ്പത്തിൽ തന്നെയുള്ള പല നിറത്തിലുള്ള പൂക്കൾ ചിട്ടയായി കോർത്തു വെച്ചത് കാണുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നും. ഇത്രയധികം പൂക്കളുണ്ടായിട്ടും അതൊക്കെ കച്ചവടം ചെയ്ത് തീരുമോ എന്നുള്ള അതിശയിക്കൊന്നും വേണ്ട. ഏകദേശം ഒരു റോഡൊക്കെ ഒന്ന് ആക്റ്റീവായി വരുമ്പോഴേക്കും ഒരു 70% പൂക്കളും കച്ചവടം ചെയ്തിട്ടുണ്ടാകും. ഇവിടുന്ന് തന്നെ പൂക്കൾ വാങ്ങി അവരവരുടെ കാറിലും ഓട്ടോയിലുമൊക്കെ തൂക്കുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. അതിനിടയിലാണ് ഒരു സ്കൂട്ടർ നിറയെ ഈർക്കിൽ ചൂല് കെട്ടിക്കൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. പിന്നെ ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു പ്രത്യേക കാഴ്ചയാണ്. വലിയൊരു കുട്ട നിറയെ വലിയ പൂക്കൾ അടുക്കി വെച്ചിരിക്കുന്നു. ഇത്ര നേരം കണ്ട പൂക്കളിൽ എത്ര എണ്ണത്തിൻ്റെ പേര് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പിന്നെ മറ്റൊരു കൗതുകമായി തോന്നിയത് പൂവുകൾ ഒറ്റയായും 2-3 എണ്ണം കൂട്ടമായും ചെറിയ സമ്മാനപ്പൊതികളായി അങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. സ്നേഹവും സന്തോഷവും കരുതലുമാണ് ആ പൊതി നിറയെ എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആരായിരിക്കും ഇത്ര തോന പൂക്കൾ വാങ്ങിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനായിരിക്കും ഇത്ര അധികം പൂക്കൾ ചെലവഴിക്കുന്നത്? ആ ഒരു ഉത്തരം എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. പിന്നെ റോഡിൻ്റെ മറുവശത്തായി പൂക്കൾക്ക് പുറമെ പല തരത്തിലും രൂപത്തിലും വലിപ്പത്തിലുമുള്ള ഇലകളുടെ ഒരു നീണ്ട നിരയാണ് കാണാൻ കഴിഞ്ഞത്. അതിൽ നിന്നും വലിയൊരു കെട്ടെടുത്ത് തൻ്റെ ഓട്ടോക്ക് മുകളിൽ വെച്ച് അദ്ദേഹം അങ്ങനെ ഓടിച്ചുപോയി.